കാലാവധി കഴിഞ്ഞിട്ടും സ്വകാര്യ കമ്പനി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന മണിയാർ ജലവൈദ്യുത പദ്ധതി കെഎസ്ഇബിക്ക് തിരിച്ചു കിട്ടാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കെഎസ്ഇബി പെൻഷനേഴ്സ് കൂട്ടായ്മ പ്രതിനിധി സമ്മേളനം വി.പി. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കെഎസ്ഇബി പെൻഷനേഴ്സ് കൂട്ടായ്മ ജില്ലാ പ്രതിനിധി സമ്മേളനം കൂട്ടായ്മ ജനറൽ സെക്രട്ടറി വി.പി. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കരാർ കാലാവധി കഴിഞ്ഞ് 1.5 കൊല്ലം പിന്നിട്ടിട്ടും സ്വകാര്യ കമ്പനി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന മണിയാർ ജലവൈദ്യുത പദ്ധതി കെഎസ്ഇബിക്ക് തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ രേഖാമൂലം ഇതിന്റെ വിശദമായ കരാറടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലും അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിലും നേരിട്ട് കണ്ട് ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഈ സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടുന്നു, കോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതിക്ക് മുമ്പാകെ കാർബോറാണ്ടം കമ്പനിയെ ഹിയർ ചെയ്ത് സർക്കാർ നയപരമായ തീരുമാനമെടുത്ത് നിയമപരമായി തിരിച്ചെടുക്കാവുന്ന മണിയാർ പദ്ധതി തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ജില്ലാ പ്രസിഡന്റ് പി.ഐ. അജയൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ.പി. ശ്രീദേവിയും കെ. വിജയൻ, എ.കെ. അബ്ബാസ്, സി. അരവിന്ദാക്ഷൻ, കെ. സുരേഷ് ബാബു, പി.ടി. സുജാത, സി.കെ. ജയകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.